ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായതിന്റെ ജാള്യത മറച്ചുവെക്കാൻ ബോധപൂർവം അടൂർ പ്രകാശിനെ വലിച്ചിഴക്കുകയാണ് എന്നുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ നടത്തുന്നത്. വിജിൻ വായാന്തോടുകൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. വിജിൻ, ഏറെക്കുറെ 4 മാസം പിന്നിടുകയാണ് ഈ വിവാദം പൊങ്ങി വന്നിട്ട്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഏറെക്കുറെ അത്ര തന്നെ പഴക്കമുണ്ട് ഈ പോറ്റിയും ഒപ്പം തന്നെ അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം പുറത്തു വന്നതിനും. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യൽ, അതോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കാര്യമായ ഇൻവോൾവ്മെന്റ് അടൂർ പ്രകാശിനുണ്ട് എന്ന സംശയത്തിന്റെ പിറകെയാണോ? സൈഫുദ്ദീൻ, എന്തായാലും നിർണായകമായ നീക്കം തന്നെയാണ് നിലവിൽ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ SITക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യം ചെയ്യൽ എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലിലേക്ക് SIT എത്തിയിരിക്കുന്നത്. കുറേ കാലമായി സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ ബന്ധം, പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഘട്ടം മുതൽ തന്നെ അടൂർ പ്രകാശിന് പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും അതിനുശേഷം പോറ്റിയുമൊത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പല സ്ഥലങ്ങളിൽ, അതായത് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തുന്നില്ല, പല സ്ഥലങ്ങളിലായി അടൂർ പ്രകാശ് പോറ്റിയും ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ LDF ശ്രമിക്കുകയും ചെയ്തിരുന്നു. സർക്കാരും ഒക്കെയായി അടുപ്പം എന്നുള്ള നിലവിലുള്ള പ്രചാരണം അത് തിരിച്ച് ഉപയോഗിക്കാനായി അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ഒപ്പം തന്നെ ചോദ്യം ചെയ്തവരും ഒക്കെ ഇടതുപക്ഷവുമായി സർക്കാരുമായി ഒക്കെ ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ UDFന്റെ കൺവീനർ തന്നെ SIT ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തന്നെയാണ് SIT അടൂർ പ്രകാശിൽ നിന്ന് ചോദ്യം ചെയ്യലിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. എന്ത് തരത്തിലുള്ള ബന്ധമാണ് പോറ്റിയുമായി ഉള്ളത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അടൂർ പ്രകാശ് നേരത്തെ MP ആയ ഘട്ടത്തിലും ഒപ്പം തന്നെ MLA ആയ ഘട്ടത്തിലുമൊക്കെ ഈ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് വന്നത്. നേരത്തെ തന്നെ ആദ്യ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത് തനിക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, ശബരിമലയുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൂടെ പോയത് എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ വന്ന ചിത്രവും സോണിയാഗാന്ധിക്ക് ഒപ്പം അടൂർ പ്രകാശും ഒപ്പം തന്നെ ആന്റണിയും പോറ്റിയും ഗോവർദ്ധനും ഒക്കെ ചിത്രങ്ങളായിരുന്നു. പലതവണ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് ജയിലിൽ പോയതൊക്കെ. അപ്പോൾ ഈ കേസുമായി നേരിട്ട് എന്തെങ്കിലും അടൂർ പ്രകാശിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്തതിന് പിന്നാലെ തന്നെ ഒരു നടപടിയിലേക്ക്, അടൂർ പ്രകാശിനെതിരെയുള്ള നടപടിയിലേക്കൊക്കെ കടക്കേണ്ടതാണ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചില്ല, 90 ദിവസം കഴിഞ്ഞ് സ്റ്റാറ്റ്യൂട്ടറി ബെയിലൊക്കെ കിട്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വന്നതിന് ശേഷം ഇതുവരെ SIT പോറ്റിയെ കണ്ടിട്ടില്ല, ചോദ്യം ചെയ്തിട്ടുമില്ല. അതിനിടയിൽ ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് നീങ്ങുന്നുണ്ട് എങ്കിൽ പോറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് ഈ പടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്, സംശയങ്ങളും ഊഹാപോഹങ്ങളും. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ ആയുധമാണ്, അവരിതിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംശയം തീർക്കുക, എന്ത് ബന്ധമുണ്ട് എന്ന് വിവരങ്ങൾ ആരായുക, അങ്ങനെ കാണണോ അല്ലേ? തീർച്ചയായും സൈഫുദ്ദീൻ, അങ്ങനെ തന്നെയാണ്. അതായത് നിലവിൽ എന്തായാലും പോറ്റി നേരത്തെ തന്നെ SITക്ക് ഈ അടൂർ പ്രകാശുമായുള്ള ബന്ധം, ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അടൂർ പ്രകാശിന് അറിയാം എന്ന തരത്തിലുള്ള മൊഴികളോ ചോദ്യം ചെയ്യലിൽ അത്തരത്തിലുള്ളൊരു ഉത്തരമോ പോറ്റി കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിപട്ടികയിലേക്കോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്കോ ഒക്കെ അടൂർ പ്രകാശ് എത്തേണ്ടതായിരുന്നു. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതും ഇതേ തരത്തിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്. അതേ തരത്തിൽ തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, SIT ഈ അന്വേഷണം നടത്തുമ്പോൾ ഓരോ ഘട്ടമായുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് ചോദിക്കുകയും അത് ഹൈക്കോടതി തന്നെ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് അത് സ്വർണം എവിടേക്ക് പോയി, ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് SITയുടെ വാദം. അതുകൊണ്ട് തന്നെ അത് ഹൈക്കോടതി അംഗീകരിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ്
ഘട്ടത്തിലാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കഴിഞ്ഞത്. ആ ഘട്ടത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തെന്ന് പിന്നീട് വാർത്തകളായിട്ടാണ് പുറത്തു വന്നത്. എന്തായാലും അത് കടകംപള്ളി അംഗീകരിക്കുകയും ചെയ്തു, താൻ സ്ഥിരീകരിക്കുകയും ചെയ്തു, താൻ ചോദ്യം ചെയ്യലിന് പോയിരുന്നു എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും നിയമസഭയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രചാരണ ജാഥകൾ നടക്കുന്ന ഘട്ടത്തിലെ പ്രധാന പ്രചാരണ വിഷയവും അതുതന്നെയാണ്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളാണ്. അതിനിടയിലാണ് നിലവിലിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാകുന്നത്. ഏറ്റവും നിർണായകമായ ഒരു നീക്കം SITയുടെ അങ്ങനെ ഒരു ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കാണേണ്ടത്. എന്തായാലും നിലവിൽ ഈ പോറ്റിയുമായുള്ള ബന്ധം തന്നെയാണ് നിലവിൽ എന്തായാലും അടൂർ പ്രകാശിനോട് ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും SIT ചോദിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു തരത്തിലുള്ള ഇടപാടുകൾ എന്തായാലും അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ പോറ്റിയുമായി എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, തന്റെ മണ്ഡലത്തിൽ ചില പരിപാടികളിൽ പങ്കെടുത്തു, ഒപ്പം തന്നെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി എന്നതൊക്കെയാണ് നിലവിൽ അടൂർ പ്രകാശ് വിശദീകരിച്ചിരുന്നത്. അത് മാധ്യമങ്ങളാണ് വിശദീകരിച്ചത്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ ഏതെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശ് MP എന്ന നിലയിലോ MLA ആയിരുന്ന സാഹചര്യത്തിലോ ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലോ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും SIT പരിശോധിക്കുന്നത്.